അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്തൊരു പ്രശ്നം എല്ലാ നാട്ടിലുമുണ്ട്. ഉണക്കമീൻ എന്തോ ആണെന്ന് വിചാരിച്ചു, ഇത് കടിച്ചു തിന്നു. അപ്പോൾ നമ്മളെ ചിരട്ടപ്പാല്, റബ്ബറിൻ്റെ ചിരട്ടപ്പാല് ഇന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ അതെല്ലാം 2 മാസമായിട്ടല്ലേ നമ്മൾ തുടങ്ങിയിട്ട്. ശരിക്കും ഞാൻ തുടങ്ങാൻ കുറേ വൈകിട്ടുണ്ടായിരുന്നു, 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് അടുത്ത മഴക്കാലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴക്കാലത്തല്ല, കുറേ കാലം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കുറച്ച് പൈസേൻ്റെ അത്യാവശ്യം വന്നുകൊണ്ട് അപ്പോൾ അതങ്ങ് വിറ്റേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ചാക്കിലാക്കണം. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ പണിയെടുത്തോണ്ട് നിൽക്കലാണ്. റബ്ബർ വിൽക്കാൻ പോകുന്നു. റബ്ബർ ചിരട്ടപ്പാലില്ലേ, അത് വിൽക്കാൻ കൊണ്ടുപോകാം. വിൽക്കാൻ എന്നാ വാങ്ങണ്ടേ? വരുമ്പോൾ ചെന്നാ വേണ്ടേ? കഴിഞ്ഞ പോലെ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് കാലം കാത്തു നിന്നില്ല. ഈ മാസ്കെല്ലാം ഇട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് ഒരു രൂക്ഷഗന്ധമാണ്. ശരിക്കും ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ മക്കളാണ്ട് ഇത് എന്തായാലും തലവേദന വരും. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവാന്ന്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എത്ര കിലോ ഉണ്ട് എന്നോ ഇതിൻ്റെ കിട്ടുന്ന പൈസ എത്ര നമ്മൾ കാണിച്ചു തരാം. ആ പൈസ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു സീക്രട്ട് ഉണ്ട്. അത് നമ്മൾ അത് പൈസ കിട്ടിയിട്ട് കാണിച്ചു തരാം. ഈ പൂച്ചേൻ്റെ ഒരു സ്വഭാവം, ഞാനിങ്ങനെ രാവിലെ പോയിട്ട് കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടുവരാം, ഇവനിതിങ്ങനെ എടുത്ത് തിന്നുക. ഇവനെ സ്ഥിരമുള്ള പരിപാടിയത്. ഇവനെ എന്തോ ഒരു ഉണക്കമീൻ എന്തോ ആണെന്നാ വിചാരിക്കും. ഇത് കടിച്ച് തിന്നു. ഇതാ ഇത്തരം പരിപാടി. ഇങ്ങോട്ട് എന്താ പരിപാടി? എല്ലാം കടിച്ച് മുറിച്ച് വെക്കുന്നിങ്ങനെ. അപ്പോൾ ഒരു വലിയ കുന്നുണ്ട്. ഈ കുന്ന് കാറിനത് കയറിക്കഴിഞ്ഞാൽ ഇത് കുന്ന് കയറാൻ സാധ്യത കുറവാണ്. റോഡ് മൊത്തം പോയതാണ്. അപ്പോൾ ഇങ്ങനെ ബൈക്കിൽ മേലെ കൊണ്ടുവെക്കണം. ചെറിയ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മളെ കുന്ന് എത്രത്തോളം ഉണ്ടെന്ന് കാണുമോയെന്നറിയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടി വെയിറ്റെല്ലാം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. ശരിക്കും വില്ലയൊക്കെ എടുത്താൽ മതിയായിരുന്നു, ചെറുത് ആ കാറിൽ വെച്ചെടുത്താൽ മതിയായിരുന്നു. ഇനി ഒരു 2 ചാക്കും കൂടി ഉണ്ട്, അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ആയി. ഇനി അത് കഴിഞ്ഞിട്ട് വേണം കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ. കാരണം കാറിൽ ഇത്രയും വെയിറ്റ് എടുത്തിട്ട് ഈ കുന്ന് കയറൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബൈക്കിൽ ഓരോ തവണയായിട്ട് ഏട്ടൻ എടുത്തുകൊണ്ട് വരുന്നത്. ലാസ്റ്റത്തെ 2 ചാക്കും കൊണ്ട് ഏട്ടൻ കാർ എടുത്തിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കാറിലേക്ക് കയറ്റി നേരെ ഇത് വിൽക്കാൻ വേണ്ടി പോക്കാണ്. അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്തൊരു പ്രശ്നം എല്ലാ നാട്ടിലുമുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ 5-6 കൊല്ലമായി കിടപ്പിലാണ്. ഈ റോഡിലൂടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതേപോലെ തന്നെ പല ആൾക്കാരും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള വേറൊരു രോഗി ഇതേപോലെ രാത്രി. അപ്പോൾ അത് ആരുടെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ആരും പറയാനില്ല. വയനാട്ടിൽ കടുവ കടിച്ചു കൊന്നു. അതാ പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് നീതി ലഭിക്കാത്ത പ്രശ്നം എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കാറിൽ അങ്ങനെ എടുത്ത് വന്നാൽ മതി. ഇത് ഞാൻ ഈ നമ്മളെ സാധനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പറയുന്നില്ല, അതല്ല പ്രശ്നം. അതല്ല, നമ്മളൊരു രോഗിക്ക് പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്ന് വരെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നടന്ന് പോകുമ്പോൾ കുട്ടീനെ എടുത്തിട്ട് നടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ കുട്ടീനെയും കൊണ്ട് താഴെ വീഴും. അതവസ്ഥ. ദാറ്റ്സ് ഓൾ.
നമ്മൾ വണ്ടി നിറയെ ലോഡും കയറ്റി പോവുകയാണ്. ഏകദേശം ഒരു സമയം 2:45. അപ്പോൾ ഈതൻ നമ്മളെ മോൻ 3:15 അല്ല 3:15 എത്തുക. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ വിടണ്ട, നമ്മളങ്ങോട്ട് വരാൻ സ്കൂളിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇതവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇതിനെ കൂട്ടാൻ പോകണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ സ്കൂളിൽ പോയി കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് നമ്മളെല്ലാവരും ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ സ്കൂളിൽ കൂട്ടാൻ വരുന്ന സ്കൂളിൽ അച്ഛനമ്മയിൽ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് നമ്മളെ വണ്ടിയിൽ, നല്ല സ്മെല്ലുണ്ട്. പക്ഷേ ഒരു പരിധി വരെ സ്മെല്ലൊന്നും എനിക്ക് ബാധിക്കില്ല. അപ്പോൾ സുഭജയ്ക്ക് പക്ഷേ തീരെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? സുഭജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും. ഈ നമ്മളെ ചില മണങ്ങൾ ചില ആൾക്ക് സഹിക്കാൻ പറ്റാത്തത് അതൊരു സ്മെല്ല് നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ റബ്ബർ എന്താ പറയുക ചിരട്ടപ്പാൽ വിറ്റിട്ട് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരു 5 ചാക്ക് ചിരട്ടപ്പാലും 5000 സ്വപ്നങ്ങളും. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ അംബാനിയെ പോലെ ജീവിക്കണം എന്ന്, അംബാന്റെ ജീവിതമാണ് നമ്മളെ ജീവിതം. അപ്പോൾ നമ്മളിത് വിറ്റിട്ട് സുഭജയ്ക്ക് ഒരു ചുരിദാർ വാങ്ങണമെന്നുണ്ട്, ഒരു ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട്. പിന്നെ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട്. എന്താ പറയുക, സുഭജ 2 ദിവസം മുന്നേ എന്തിനും മന്തിയല്ലേ, മന്തി വേണം പറഞ്ഞത് 2 ദിവസം മുന്നേ. അപ്പോൾ അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് അതിന് നിന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൈസനെ കൊണ്ട് വേറെ സംഭവം ചെയ്യുന്നുണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അല്ലേ? ഓക്കെ, ബൈ. എടാ നോക്കടാ, അപ്പൊ അങ്ങനെ നമ്മളെ സംഭവം വിറ്റ് ഇതിനെയും കൂട്ടി അതിൻ്റെ ആവശ്യങ്ങളില്ല എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാന്ന്. അപ്പൊ ഏതൻ ആകെ ദേഷ്യം പിടിച്ച് ഏതൻ മടുത്തു പോയി. അപ്പൊ നമ്മൾ ഇതിനെല്ലാം കൂട്ടി തിരിച്ച് നാട്ടിലെത്തിയിട്ടുള്ളത്. പക്ഷെ ഈതൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയി, ഭയങ്കര ക്ഷീണമായിപ്പോയി ഇതിന്. അപ്പോൾ എനിക്ക് അവിടെ 1-2 സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അതൊരു കാത്തു നിന്ന് ഇതിന് മടുത്തു പോയി. ഇതിന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി നമ്മളൊരു പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത പൈസ നമുക്കിപ്പോൾ ഈതൻ്റെ സ്കൂളിൽ ചെറിയൊരു പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് പൈസ കണ്ടിട്ടുണ്ടാവല്ലോ വേറെ എത്ര കിട്ടിയെന്നല്ലേ. ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത്ര പൈസ കിട്ടുന്നുള്ള തീരെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്തായാലും രാവിലെ പോയിട്ട് ചെറിയൊരു സമയം, എനിക്കൊന്ന് ഞാനൊരു 1-1.5 മണിക്കൂർ ആണ് അതിന് ചിലവഴിക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങാൻ ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് ചെറിയൊരു സമയത്തെ ഒരു അധ്വാനത്തിന് വലിയൊരു പ്രതിഫലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നത് കൊടുത്തപ്പോൾ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ സുഭജയ്ക്ക് ചുരിദാർ വാങ്ങാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങിയില്ല. അത് നമ്മൾ അടുത്ത റബ്ബർ വിറ്റിട്ടുള്ള പൈസക്ക് അടുത്ത റബ്ബർ നമ്മൾ ചുരിദാർ വാങ്ങുന്നതായിരിക്കും. നമ്മൾ വിചാരിച്ചാലൊന്നും പറ്റിയില്ല. എന്തായാലും അച്ഛന് ചെറിയ സംഭവം വാങ്ങി, പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങി അല്ലേ. പിന്നെ രാത്രി നമ്മൾ ചിക്കൻ കറി എല്ലാം ആക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും. എന്താ പറയുന്നത്?
അപ്പോൾ അച്ഛൻ എന്തോ ഒരു വിഷമമായിട്ടുണ്ട്, അച്ഛൻ എന്തോ കരയുന്നുണ്ട്. ചിരിച്ചേ, ചിരിക്കി ചിരിക്കി.